ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടക്കാറ ടോമിക്കയുടെ കുറച്ച് 1:64 ന്യൂ കളക്ഷൻസ് ആണ്. അതിൽ കുറച്ച് പ്രീമിയം ഉണ്ട്, കുറച്ച് നോർമൽ നോർമലി വന്ന ടോമിക്കയുടെ കാശുകൊണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് അൺബോക്സ് ചെയ്ത് സമയം കളയാൻ നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാശ് ചെയ്ത് തുടങ്ങാം. നമ്മളുടെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിൽ ഹോണ്ടയുടെ സിവിക്കാണ് ഈ കാണുന്നത്. സിവിക് വൈറ്റ് കളറിലാണ് വരുന്നത്. പിന്നെ ഈ ടക്കാറ ടോമിക്കയുടെ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടത്, ഇതിൽ ടയേഴ്സ് റബ്ബറല്ല, നോർമൽ ടയേഴ്സാണ്, പ്ലാസ്റ്റിക്. ഇങ്ങോട്ട് വരും, അടുത്തത് കാണിക്കാം. ഇതാണ് നമ്മളുടെ പഴയ ലാൻഡ് ക്രൂസർ. വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ പക്ക വിൻറ്റേജ്, അത്യാവശ്യം ഹെവിയാണ്. ഈ ഉള്ളതിൽ ഏറ്റവും ഹെവി ഈ ഒരു ടക്കാറ ടോമിക്കയുടെ ലാൻഡ് ക്രൂസറാണ്. പിന്നെ സുബാറു ഉണ്ട് നമ്മുടെ കയ്യിൽ. അടുത്തതാണ് നമ്മുടെ സുബാറു നമ്മുടെ കയ്യിൽ. സുബാറു ബ്രാൻഡ്സിൽ കുറച്ച് വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പുറത്തിരിക്കുന്ന ബ്ലൂവും സുബാറു ആണ്. ഇപ്പുറത്തിരിക്കുന്നത് ടൊയോട്ടയുടെ MR2 Mark II. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കാണിച്ചു തരാം. അടിയിലൊരു സ്വിച്ച് ഉണ്ട്, കണ്ടോ? ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉള്ളത് നമ്മളിങ്ങനെ ഇട്ടാൽ ലൈറ്റ് പൊങ്ങി വരും. അതൊരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി. അത് ഈ ടക്കാറ ടോമിക്കയിൽ. പിന്നെ ടക്കാറ ടോമിക്കയിൽ നിസാൻ സിൽവിയയുടെ ഡോസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അത് ഓരോ വണ്ടിയും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസൊക്കെ 1099 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ലംബോർഗിനി മുർഷലാഗോ, പഴയ നീഡ് ഫോർ സ്പീഡ് അടിക്കണവർക്കൊക്കെ അറിയാം ഈ വണ്ടിയുടെ ഒരു പ്രാധാന്യം. ഞാനൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഹോണ്ടയുടെ NSX-R ഉണ്ട്, വൈറ്റ്. ഇതാണ് നമ്മുടെ മസ്ഡയുടെ ഒരു സ്പെഷ്യാലിറ്റി. ഇത് ലൈറ്റ്സ് നിങ്ങൾക്ക് സ്വിച്ച് വഴി ഓപ്പൺ ചെയ്യാം, ഡോറും അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഗ്രീൻ കളറിലാണ് വരുന്നത്. വേറൊരു അടിപൊളി സാധനം ടാങ്കർ ഇവിടെ ഓടിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടോ, കണ്ടോ? ടാങ്കറിൻ്റെ സൗണ്ട് രക്ഷയില്ല. പിന്നെ മിസ്റ്റുബിഷി ലാൻസർ റെവല്യൂഷൻ ഫൈനൽ എഡിഷൻ ആണത്. പിന്നെ സുബാറു 630 വിൻറ്റേജ് കാറാണ്. പിന്നെ NXS-ൻ്റെ തന്നെ ടൈപ്പ് S പുതിയ മോഡൽ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നിസാൻ സ്കൈലൈൻ GTR R35 ഇതിൻ്റെ ഈ ബാക്കിൽ റൗണ്ട് ലൈറ്റിൽ രക്ഷയില്ലാത്ത സാധനം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റ്സിലൊക്കെ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും മിസ്റ്റർ ബീൻ്റെ മിനി കൂപ്പറാണ്. ഇതിലെല്ലാത്തിലും സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതിന് സസ്പെൻഷൻ ഇല്ല. ഇത് ടക്കാറ ടോമിക്ക ഉണ്ട, കുട്ടി മിനി കൂപ്പർ. പിന്നെ എസെൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. സുബാറുടെ തന്നെ വേറെ കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ പോണ്ടിയാക്ക് ഉണ്ട്, ഫയർബേർഡ്. ഇത് R32 ആണ്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യണതാണ്. പിന്നെ റാംഗ്ലർ 1:65 സ്കെയിലാണ്. പിന്നെ ബെൻസിൻ്റെ EQS ഇലക്ട്രിക്. ടൊയോട്ടയുടെ ക്രൗൺ ഉണ്ട്, സിവിക് ഉണ്ട്. പിന്നെ ലംബോർഗിനിയുടെ അവൻ്റഡോർ ഉണ്ട്. അത് 2 കളേഴ്സിൽ നമുക്ക് വേറെ വെനീനോ എന്ന് പറഞ്ഞിട്ടൊരു ലംബോർഗിനിയുടെ ഉണ്ട്. പിന്നെ മിസ്റ്റുബിഷിയുടെ ഔട്ട്ലാൻഡർ. ഇത്തരം കളക്ഷനാണ് നിലവിൽ ടക്കാറ ടോമിക്കയിലുള്ളത്. അതിൽ പ്രീമിയം കളക്ഷനാണ് ഈ ബ്ലാക്ക് ബോക്സിൽ വരുന്നത്. ഈ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഉള്ളത് നോർമലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വ്യത്യാസമുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രീമിയം കളക്ഷൻ ആകുമ്പോഴേക്കും 1099, അതുപോലെ നോർമലിൽ വരുമ്പോഴേക്കും 799 ആ ഒരു പ്രൈസിങ്ങിലായിരിക്കും ടക്കാറ ടോമിക്ക വരുന്നത്. നമ്മുടെ ഫ്രഷ് ബിസിൻ്റെ എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.